ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവില് അനീഷും അപ്പാനി ശരത്തും തമ്മിൽ എപ്പോഴും ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവാറുണ്ട്. വെല്ലുവിളിക്കാറുണ്ട്, വഴക്കുണ്ടാക്കാറുണ്ട്. എതിരാളികളാണ്, നേരിട്ട് നിന്ന് തന്നെ ഓപ്പോസിറ്റ് കളിക്കുന്നവരാണ് അപ്പാനി ശരത്തും അനീഷും. പക്ഷെ ഇന്നിപ്പോ കുറച്ചു മുമ്പ് ലൈവിൽ ഞാൻ കണ്ടത് അപ്പാനി ശരത്തിന്റെ ഒരു ഓവർ കോൺഫിഡൻസ് ആണ്. ഇൻ മൈ ഗ്യാങ് ഐ ട്രസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു തരം ഓവർ കോൺഫിഡൻസ്. കാരണം ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഗ്രൂപ്പിലുള്ള ആരും പുള്ളിയെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യത്തില്ല. അവിടെയുള്ള ആരും പുള്ളിയെ ജയിലിലേക്ക് വിടില്ല എന്ന് ഓർത്തു. പക്ഷെ ബിഗ് ബോസ് ആരാ മോനെന്നുള്ളത് ശരത്ത് മനസ്സിലാക്കിയില്ല. ക്യാപ്റ്റന് ജയിൽ നോമിനേഷനിൽ ബിഗ് ബോസ് ഒരു സവിശേഷ അധികാരം അങ്ങ് കൊടുത്തു. ഓൾറെഡി ഡൈനിങ് റൂമിൽ വെച്ച് തമ്മിലൊന്ന് മൂപ്പിച്ച് നിൽക്കുന്നത് കൊണ്ട് അനീഷ് കൂടുതലൊന്നും ആലോചിക്കാതെ അപ്പാനി ശരത്തിനെ തന്നെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തു. പെട്ടെന്ന് ഇത് കേട്ടതുകൊണ്ടായിരിക്കണം അപ്പാനി ശരത്തിന്റെ മുഖം ഒരുമാതിരി കടന്നല് കുത്തിയ പോലെ ആയിപ്പോയി. അമിത ആത്മവിശ്വാസം എപ്പോഴും ആപത്താണ് എന്ന് തോന്നിയിട്ടുണ്ട് ബിഗ് ബോസിനകത്ത്. പ്രത്യേകിച്ച് കുഴിയിൽ താൻ തന്നെ വീഴാനായിട്ട് ആ ഒരു ഓവർ കോൺഫിഡൻസ് മതി. ഒരു ലോക്ക് ഇട്ട് ബിഗ് ബോസിന് പൂട്ടണം എന്ന് തോന്നിയാൽ ബി അണ്ണൻ അത് പൂട്ടിയിരിക്കും. അതിലൊന്നും ഒരു മയവും ഇല്ല എന്നാണ് തോന്നിയിട്ടുള്ളത്. എന്തായാലും അനീഷിനെ തൂക്കിയെടുത്ത് വെളിയിലിടും എന്നൊക്കെ പറഞ്ഞ് ഫുൾ ഡയലോഗ് അടിച്ചതാണ് അപ്പാനി ശരത്ത്. ഒരു പണി കൊടുക്കാനായിട്ടൊരു അവസരം ബിഗ് ബോസ് തന്നെ കൊടുത്തപ്പോൾ അനീഷ് തിരഞ്ഞെടുത്തത് അപ്പാനി ശരത്തിനെ. ഇതെന്തായാലും നല്ല കോമഡി ആയിപ്പോയി. ഇപ്പൊ ജയിൽ നോമിനേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവിനകത്ത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.